കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും എങ്ങുമെത്താതെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണം. നഗരത്തിൽ എവിടെ തീപിടുത്തമുണ്ടായാലും ആദ്യം ഓടിയെത്താൻ കഴിയുന്ന ബീച്ച് ഫയർ സ്റ്റേഷനിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു യൂണിറ്റ് മാത്രം. പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയായിരുന്നു. എത്രയും പെട്ടെന്ന് ബീച്ച് ഫയർ സ്റ്റേഷന് താൽക്കാലികമായ ഒരു കെട്ടിടം ഒരുക്കി നൽകി യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നഗരഹൃദയത്തിൽ പലയിടങ്ങളിലും തീ ആളിക്കത്തിയപ്പോൾ അന്നെല്ലാം ആശ്വാസമായത് ബീച്ച് ഫയർ സ്റ്റേഷൻ തന്നെയായിരുന്നു. ഒരു വിളിക്കപ്പുറം 4 യൂണിറ്റുകളുമായി ഓടിയെത്താൻ ബീച്ച് സ്റ്റേഷൻ ഉണ്ടെന്ന ധൈര്യമായിരുന്നു കോഴിക്കോട്ടെ വ്യാപാരികൾക്കും ജനങ്ങൾക്കും. എന്നാൽ ഇപ്പോൾ 1.5 വർഷമായി അതില്ല. നിലം പതിക്കാനായ കെട്ടിടം ജീവന് ഭീഷണിയായതോടെയാണ് പൊളിച്ചു നീക്കിയത്. പകരം സൗകര്യമൊരുക്കി നൽകാൻ ജില്ലാ ഫയർ ഓഫീസർ കളക്ടർക്കും മേയർക്കും കത്ത് നൽകിയിരുന്നു. തുടർന്ന് സ്റ്റേഡിയത്തിനടുത്ത് സൗകര്യമൊരുക്കാൻ കോർപ്പറേഷനും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് കെട്ടിടം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടവും ഇടപെട്ടെങ്കിലും നടന്നില്ല. ബീച്ചിലുണ്ടായിരുന്ന 4 യൂണിറ്റുകളും ഇപ്പോൾ ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലാണ് ഉള്ളത്. പല ജീവനക്കാരെയും ഇവിടെ നിന്നും സ്ഥലം മാറ്റി. ഇപ്പോൾ സ്റ്റേഷൻ ഓഫീസറടക്കം 20 പേരും 2 വാഹനങ്ങളും അടങ്ങുന്ന ഒരു യൂണിറ്റ് മാത്രമാണ് ബീച്ചിലുള്ളത്. കോഴിക്കോട് നഗരത്തിൻ്റെ അകത്ത് കഴിയുമെങ്കിൽ മാനാഞ്ചിറക്ക് സമീപം, അവിടെ പണ്ട് മാനാഞ്ചിറക്ക് സമീപം ഒരു എഞ്ചിൻ നിർത്തിയിടാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാനാഞ്ചിറക്കകത്ത് പ്രത്യേകിച്ച് മിഠായിത്തെരുവിലാണ് തീപിടുത്തങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് മാനാഞ്ചിറക്ക് സമീപം ഒരു എഞ്ചിനെങ്കിലും നിർത്തിയിടണം. ഈ പണി എത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് പൂർണ്ണമായി സുഗമമായ സജ്ജമായ ഒരു ആധുനിക രീതിയിലുള്ള ഫയർ സ്റ്റേഷൻ ഉണ്ടാവണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ 2023 പൊളിച്ചിട്ടിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്ക് ഗവൺമെൻറ് അതിപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാൻ ഇന്ന് കളക്ടറെ കണ്ടിരുന്നു. അപ്പോൾ കളക്ടർക്കും അതുതന്നെ അഭിപ്രായം. കാരണം ഇത്രയും വലിയൊരു സിറ്റിയിൽ അങ്ങനെ ഒരു സ്റ്റേഷൻ നിർജീവമാക്കിയിട്ടതിൽ കളക്ടറും പരിഭവം ഞങ്ങളോട് പറഞ്ഞു. ഏതായാലും അതിന് വേണ്ട മുൻകൈ അദ്ദേഹം എടുക്കുമെന്ന് ഞങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. 17 കോടി ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അത്യാധുനിക വാഹനങ്ങളും കൂടുതൽ ജീവനക്കാരെയും അതോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നതുവരെ താൽക്കാലികമായ ഒരു കെട്ടിടം ഒരുക്കി നൽകി മറ്റ് യൂണിറ്റുകളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് വ്യാപാരികളുടെ ഉൾപ്പെടെ ആവശ്യം. അതിന് കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ തീപിടുത്തമുണ്ടായാൽ അനുഭവിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.